ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു റോയൽ സിനിമയുടെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചിൽ ഷാനവാസിക്ക വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ആൻഡ് സോ സർപ്രൈസ്ഡ്. ഷാനവാസിക്ക ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതുവാണ് ആൻഡ് ഓൾസോ പ്ലാനിങ് വിത്ത് അനീഷ് ടു. അതായത് അനീഷും ഷാനവാസിക്കയും കൂടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗ്രഹിച്ചാൽ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആങ്കർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിനകത്ത് ഓൾറെഡി ഷാനവാസിക്ക് അനീഷേട്ടന് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, എങ്ങനെയാണ് അത് പുറത്ത് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിക്ക പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പുറത്തും അവർ നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഷാനവാസിക്ക ആൻഡ് അനീഷേട്ടൻ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരും വർഷത്തിൽ ഇവരുടെ ഒരു കോംബോ ഈവൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമയിലേക്ക് എടുക്കാനൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുമ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പം പ്യുവറായിട്ടുള്ള ഫാൻസിന് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ അനീഷേട്ടൻ്റെ ഫാൻസിനാവട്ടെ ഷാനുക്കയുടെ ഫാൻസിനാവട്ടെ രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ഫാൻസിനാവട്ടെ എല്ലാവർക്കും ഇതൊരു ഹാപ്പി മൊമെൻ്റാണ്. നമുക്കറിയാം അനീഷേട്ടനും ഷാനവാസും എങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീടിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇമ്മയായിട്ട് വഴക്കിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരു 50 ഡേയ്സിന് ശേഷം ഭയങ്കര ബോണ്ടിങ് ആണ്. അപ്പം ഒരുപാട് പേര് അനീഷേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് ഷാനവാസിക്കയുടെ കൂടെയുള്ള ആ മൊമെന്റ്സ് വെച്ചിട്ട് അനീഷേട്ടൻ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്, അല്ലാതെ കുറച്ച് പേരും ഉണ്ട് കേട്ടോ. അപ്പം അനീഷേട്ടൻ ഷാനവാസ് എന്ന് ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇവരെ രണ്ടിലും ഒന്നിച്ച് കാണുമ്പോൾ. ആൻഡ് ഓൾസോ അനീഷേട്ടൻ ഒന്ന് ഹാപ്പി ആണെങ്കിൽ ഷാനവാസിക്ക അവിടെ വേണം. ഷാനവാസിക്ക അദ്ദേഹത്തിനെ ചിരിപ്പിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടാണ്. അപ്പോൾ ആ രണ്ട് വ്യക്തികൾ പുറത്തിറങ്ങിയതിന് ശേഷം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു സ്നേഹമാണ്. പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഷാനവാസിക്ക ഓൾറെഡി FC ബോയുടെ വീട്ടിൽ പോയി, ഒനിൽ സാബുവിൻ്റെ വീട്ടിൽ പോയി, എന്തുകൊണ്ട് അനീഷേട്ടൻ്റെ വീട്ടിൽ പോകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനുള്ള റീസൺ ഓൾറെഡി ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഫാൻസ് മീറ്റിൽ വെച്ചിട്ട്. അതായത് അനീഷേട്ടൻ ചോദിച്ചു അങ്ങോട്ട് എന്താണ് എൻ്റെ വീട്ടിൽ വരാത്തതെന്ന്. അപ്പം ഷാനവാസിക്ക പറയുന്നുണ്ട് നീ ഭയങ്കര ബിസിയാണ്, അനീഷേട്ടൻ ഭയങ്കര ബിസിയാണ്, നിന്റെ ബിസി കഴിയിട്ട് ഞാൻ വരാം എന്നുള്ള രീതിയിൽ ഷാനവാസിക്ക സംസാരിച്ചു. അത് ശരി വെക്കുന്നുണ്ട് അനീഷേട്ടൻ. അപ്പം അനീഷേട്ടൻ ഓൾറെഡി വീട്ടിൽ ചിലപ്പോൾ കാണണം എന്നില്ല. അപ്പം അനീഷേട്ടൻ അല്ലെങ്കിൽ ഷാനവാസിക്ക അവരുടെ വീട്ടിൽ വരുമ്പോൾ അനീഷേട്ടൻ എന്തായാലും വീട്ടിൽ കാണണ്ടേ, വെറുതെ വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരെപ്പോഴും ബിസിയാണ് അനീഷേട്ടൻ ഒക്കെ. അതുകൊണ്ട് അവർ രണ്ടും എന്നാണോ ഫ്രീ എന്നുള്ള ദിവസം എന്തായാലും പോകും എന്നാണ് പറയുന്നത്. എന്തായാലും ന്യൂ ഇയറിൻ്റെ ടൈമിൽ ഷാനവാസിക്ക കൊച്ചിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് FC ബോയ് അല്ലെങ്കിൽ ഒനിൽ സാബുവിൻ്റെ വീട്ടിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ചത്. അവർ തമ്മിൽ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചതും ക്രിസ്മസും ഒക്കെ ആഘോഷിച്ചത്. അപ്പം അതിൻ്റെ ഒരു ബേസിസിൽ ഒരിക്കലും നമ്മൾ അളക്കരുത് ഇവരുടെ രണ്ടിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം എത്രത്തോളം ആൾക്കാരാണ് ഷാനവാസിക്കൻ്റെ എതിരെ സംസാരിച്ചതും ഷാനവാസിക്കൻ്റെ കൂടെ നിന്നതും ഒക്കെ. അതൊക്കെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. എന്നാലും ഇവർ തമ്മിൽ ഒരിക്കൽ പോലും അനീഷേട്ടൻ ഷാനവാസിക്കനെ കുറ്റം പറഞ്ഞിട്ടില്ല. ലാസ്റ്റൊക്കെ ആയപ്പം ചെറിയ കുറ്റം അവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊരു തമാശ രീതിയിലും ഫ്രണ്ട്ഷിപ്പായിട്ട് രീതിയിൽ മാത്രമേ നമ്മളും എടുത്തിട്ടുള്ളൂ, ഷാനവാസിക്ക എടുത്തിട്ടുള്ളൂ. സോ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നെന്ന് നിലനിൽക്കട്ടെ. അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമ അത് നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഭയങ്കര സന്തോഷം തരുന്നതായിരിക്കും അവർ തമ്മിലുള്ള സിനിമ എന്ന് പറയുന്നത്. അത് ഉടനെ തന്നെ നടക്കട്ടെ. ആ സ്ക്രിപ്റ്റൊക്കെ ഉടനെ എഴുതാൻ പറ്റട്ടെ. കാരണം ഓൾറെഡി അനീഷേട്ടൻ നല്ലൊരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എഴുത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു ആപ്റ്റ് ഷാനവാസിക്ക് കേപ്പബിലിറ്റി ഉണ്ട്, അനീഷേട്ടനും കേപ്പബിലിറ്റി ഉണ്ട്. സോ ആ ഒരു ഇത് അനീഷേട്ടൻ എടുക്കും തന്നെയാണ്. അവർ രണ്ടും കൂടെ ഉള്ള ഒരു സിനിമ നമുക്കിനി പ്രതീക്ഷിക്കാം. അതായത് പ്യുവറായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഫാൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. ഇനി അവർ വരുമ്പോൾ എന്തായാലും അത് 100% സക്സസ് ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അപ്പം ഓൾറെഡി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി സംസാരിക്കുക, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അവർ തമ്മിലുള്ള കോംബോ അത് ഒന്നൊന്നര കോംബോ ആണ്. ഇപ്പോഴും ബിഗ് ബോസ് പഴയത് ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ പ്ലസിൽ നടക്കുന്നുണ്ട്. അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. പണ്ടത്തെ എപ്പിസോഡ് വീണ്ടും അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലും ഇപ്പോഴും വ്യൂസ് നിങ്ങൾ കാണണം. 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഉണ്ട് ഷാനവാസിക്കയുടെ അനീഷേട്ടൻ്റെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഞെട്ടിപ്പോയി. ഇപ്പോഴും ഇരുന്ന് കാണുന്ന ആൾക്കാർ ഉണ്ടല്ലോ, അതായത് എപ്പിസോഡ് വൈസ് ആയിട്ട് ഇപ്പോഴും അവരതിനകത്ത് ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പം ഇപ്പോഴും അതിരുന്ന് കാണുന്ന ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും മിസ് ചെയ്യുന്നു. അപ്പം ഇപ്പോഴും കോമൻറ്റിലൊക്കെ വന്ന് പറയാറുണ്ട് രണ്ടുപേരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അത് ശരിയാണ്, ഇത്രയും മിസ് ചെയ്യുന്ന വേറൊരു സീസൺ നമുക്കില്ല. കാരണം ബിഗ് ബോസിന് ശേഷവും ഇത്രത്തോളം ഹൈപ്പ് കിട്ടുന്ന വേറൊരു കോമ്പോസ് ഇപ്പോൾ ഇല്ല. പല കോമ്പോസും ഇപ്പം അടിച്ച് പിരിഞ്ഞ് പോയിട്ടുള്ള നമ്മൾ കുറേ ന്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവരുടെ ആ ഒരു കോംബോ എന്നും നിലനിൽക്കട്ടെ, എന്ന് വെച്ചാൽ കണ്ണ് കിട്ടാതിരിക്കട്ടെ, ഈവൾ ഐസ് കിട്ടാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ തമ്മിലുള്ള സിനിമ ഉടനെ തന്നെ വരട്ടെ, സ്ക്രിപ്റ്റൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു, അനീഷേട്ടൻ ആൻഡ് ഷാനവാസിക്ക.
നമ്മൾ ഒത്തിരി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ സക്സസ് ആവട്ടെ. രണ്ടുപേരുടെയും ഡ്രീംസ് എന്തായാലും നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാ അപ്ഡേറ്റ്സും ഇതിലുണ്ടായിരിക്കുന്നതാണ്, എല്ലാ ന്യൂ അപ്ഡേറ്റ്സും. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ബൈ.